ഹായ് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫാദറിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ ഫസ്റ്റത്തെ ഒരു കോർ മെമ്മറി എന്ന് പറയും. എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് പപ്പയാണ്. ഞാൻ എപ്പോഴും വണ്ടി കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടും. അപ്പോൾ എപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുമ്പോഴും ഞാൻ ഓർക്കുന്നത് പപ്പ എന്നോട് അന്ന് പറഞ്ഞ കാര്യമാണ്, എപ്പോൾ വണ്ടി കയറിയാലും സീറ്റ് ബെൽറ്റ് ഇടണം. എന്നിട്ട് എപ്പോൾ ഞാൻ ഡ്രൈവിംഗ് തുടങ്ങിയാലും പപ്പ തന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു. ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും അത് ചെയ്യുമ്പോൾ ഞാൻ പപ്പയെ ഓർക്കുന്നത്. ഡാഡിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇപ്പം എന്നെ സ്കൂളിലൊക്കെ വിട്ടപ്പോൾ ആദ്യം ഡാഡിയാണ് വിട്ടത്. പക്ഷെ അന്ന് കുഞ്ഞായിരുന്നു, വിടുന്നു, സ്കൂളിൽ കയറ്റി വിടുന്നു, ബസ്സിൽ കയറ്റി വിടുന്നു, സ്കൂളിൽ എത്തണു. പക്ഷെ ഇപ്പോഴും വീട്ടിലെത്തിയോ, കഴിച്ചോ, ഇതായോ, അതായോ, കാശുണ്ടോ, അതുണ്ടോ, നമ്മളിപ്പോഴും ആ കൊച്ചു കുട്ടിയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ആ വിളി നിൽക്കുമ്പോൾ ആക്ച്വലി ഇപ്പോൾ കുറച്ച് ദിവസം ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ ഒക്കെ മിണ്ടാണ്ടിരിക്കുമ്പം തോന്നും ആ വിളി എന്തിയേ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. അപ്പോൾ അതാണ് എനിക്ക് ഡാഡിനെ പറ്റി ഓർമ്മയുള്ളത്. എനിക്ക് വാപ്പാനെ പറ്റി മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചില സമയത്ത് എപ്പോഴും ആദ്യം ഒരു കാര്യം എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ഇല്ല, പറ്റൂല, നടക്കൂല എന്ന് ഞാൻ ആദ്യമേ പറയും. അപ്പോൾ വാപ്പയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെയല്ല, മാറ്റി ചിന്തിക്കുക, അത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക, അത് എല്ലാത്തിനും ഒപ്റ്റിമിസ്റ്റോടെ കാണുക. അങ്ങനെ എപ്പോഴും ഞാൻ തളരുമ്പോഴും എന്നെ പിടിച്ചിരുന്നതും, അല്ലെങ്കിൽ വാപ്പ തളർന്ന സമയത്ത് പോലും എനിക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിന്നിട്ടുള്ളതും, ഈ ഒരു നിമിഷം വരെ എല്ലാ കാര്യത്തിനും നിന്ന് ഇപ്പോഴും ഒരു കുട്ടിയെപ്പോലെ നോക്കി എല്ലാ നേരവും എല്ലാ കാര്യങ്ങളും നോക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും എൻ്റെ വാപ്പനോട് ഒരു വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡും ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും. എൻ്റെ ഫാദറായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത്, ഔട്ടിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഫാദറിൻ്റെ മടിയിലിരുത്തിയിട്ട് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ സ്റ്റിയറിംഗ് വീല് തരും. എന്നിട്ട് ഫാദർ പറയും ഇത് നേരെ ആക്കാൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലേക്ക് പോകുന്നത്, അവിടെ വഴിയിൽ അങ്ങനെ കാറൊന്നും ഉണ്ടാവില്ല, ലൈക്ക് ഉൾവഴിയാണ്. പക്ഷേ ഫാദർ ആ തന്ന ഒരു കറേജും, ലൈക്ക് ഫാദറുടെ ആ ഒരു, അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിലേക്ക് ഇങ്ങനെ എന്ത് കാര്യവും കറേജസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കാൻ തന്നത്.